ഒത്തിരി സന്തോഷത്തോടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വചനം പങ്കുവെക്കുന്നത്. കാരണം ഇന്ന് എൻ്റെ 32ാമത്തെ ജന്മദിനമാണ്. കർത്താവ് എന്നെ കഴിഞ്ഞ 32 വർഷങ്ങൾ അത്ഭുതകരവും അതിശയകരവുമായിട്ട് നടത്തി. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞാൻ നന്ദി പറയുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും എനിക്ക് വേണ്ടി സഹായിച്ചവരും, പല നിലകളിൽ എന്നെ വാക്കുകൊണ്ടും പല നിലകളിൽ ശക്തിപ്പെടുത്തിയവർ, എന്നെ ബലപ്പെടുത്തിയവർ, എന്നെ സപ്പോർട്ട് ചെയ്തവർ ഒത്തിരി പേരുണ്ട്. പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവം തൻ്റെ പദ്ധതി പ്രകാരം എന്നെ വിളിച്ചു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ അനേക വെല്ലുവിളികളുണ്ടായെങ്കിലും ദൈവം നടത്തി. കൃപയാൽ ഇന്ന് കുടുംബമായിട്ട് കർത്താവിനെ സേവിപ്പാൻ, വചനം പങ്കുവെക്കുവാൻ ദൈവം അവസരങ്ങളെ തരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പം കർത്താവ് എനിക്ക് ഈ ഒരു വർഷത്തേക്ക് തന്ന ഒരു വചനഭാഗം ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക കേട്ടോ. 37ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 23ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. ദൈവത്തിനൊരു വ്യക്തിയെ ബോധിച്ചാൽ, ദൈവത്തിനൊരു വ്യക്തിയോട് ഇഷ്ടം തോന്നിയാൽ, ദൈവത്തിൻ്റെ ആ കണ്ണിൽ നമ്മൾ ഒന്ന് വീണുപോയാൽ, ഞാൻ പറയട്ടെ, നമ്മുടെ ഭാവി, നമ്മുടെ മുമ്പോട്ടുള്ള ഓരോ ചുവടുവെപ്പുകളും ദൈവം സ്ഥിരമാക്കും. എൻ്റെ അനുഭവമായത്. ഞാൻ കർത്താവിൻ്റെ അഹിതത്തെ അറിഞ്ഞു, അതിനോട് യെസ് പറഞ്ഞു, അതിനു മുമ്പേ സമർപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത്. ഞാൻ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ പദ്ധതികൾക്ക് മുമ്പിൽ കർത്താവെ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു എന്ന് ആ ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അന്നു മുതൽ എൻ്റെ മുമ്പിൽ അസ്ഥിരമായി കിടന്ന വഴികളും, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ പലതും നടക്കാതെ വന്നപ്പോൾ നിരാശപ്പെട്ടു പോയ എൻ്റെ അനുഭവങ്ങളിൽ, വളരെയധികം മനസ്സ് ചഞ്ചലിച്ചു പോയ അനുഭവങ്ങളിൽ എല്ലാത്തെയും ദൈവം സ്ഥിരമാക്കി, ശാന്തമാക്കി, സ്വസ്ഥതയുള്ളതാക്കി ദൈവം എന്നെ ഓരോ ദിവസവും വഴി നടത്തി. ഇതെനിക്ക് മാത്രമുള്ള പ്രോമിസ് അല്ല, ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്വവും ഇത് തന്നെയാണ്. ദൈവത്തിന് നിങ്ങളുടെ വഴിയിൽ പ്രസാദം തോന്നിയാൽ, ദൈവത്തിൻ്റെ ആ പദ്ധതി പ്രകാരം നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ വഴികൾ, മുമ്പോട്ടുള്ള ഓരോ ചുവടുവെപ്പുകളും ദൈവം അനുഗ്രഹമാക്കി മാറ്റും എന്നതിൽ ഒരു സംശയവുമില്ല. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കും. ഇന്ന് എൻ്റെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന മാന്യരായ എൻ്റെ സ്നേഹിതർ, നിങ്ങളിൽ ആരെങ്കിലും മുമ്പോട്ടുള്ള വഴിയെ സംബന്ധിച്ച് വളരെ 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 ഒരു നിരാശപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരു ഡൗട്ട്ഫുള്ളായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നെങ്കിൽ, ഇന്ന് ഈ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിങ്ങളുടെ ഭാവിയെ സ്ഥിരമാക്കും. നിങ്ങളുടെ മുമ്പോട്ടുള്ള ഓരോ ചുവടുവെപ്പുകളെയും സ്ഥിരമാക്കും. ദൈവത്തിൻ്റെ പ്രസാദം നിങ്ങളുടെ മേലുണ്ട്, ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളുടെ മേലുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ മേലുണ്ട്. ആ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എന്നെ എത്രത്തോളം ദൈവത്തിന് അത്ഭുതകരമായിട്ട് നടത്താൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളെയും ദൈവത്തിന് നടത്താൻ കഴിയും. എന്നെ ഇത്രയും ശ്രേഷ്ഠമായ നിലയിൽ ദൈവം കൃപ തോന്നി കരം പിടിച്ച് നടത്തിയെങ്കിൽ നിങ്ങളുടെ കരം പിടിച്ചും ദൈവം നടത്തും. ഈ ഒരു അനുഭവം നിങ്ങളെ ഏറെ ധൈര്യപ്പെടുത്തട്ടെ. ഈ വചനത്താൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു.